ഹായ്, ഞാൻ ഡോക്ടർ എമിൽ മോഹൻ. ഞാൻ പൾമനോളജിസ്റ്റാണ്. മുട്ടം KMMC മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽസ്, കന്യാകുമാരി. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം സ്വൈൻ ഫ്ലൂ ഇൻഫ്ലുവൻസ എന്നതിനെ പറ്റിയാണ്. ഇതൊരു വൈറൽ അസുഖമാണ്. സാധാരണ കാണുന്ന ജലദോഷത്തെക്കാളും കൂടുതലായി കാണുന്നൊരു അസുഖമാണ്. ഇതിൻ്റെ കീടാണുവിൻ്റെ പേര് H1N1 സ്ട്രെയിൻ ഓഫ് വൈറസാണ്. ഇത് പന്നികളിലാണ് ഇതിൻ്റെ കണ്ടുവരുന്നത്. പന്നികളിൽ നിന്നും മനുഷ്യരിലേക്ക്, പിന്നെ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും ഇത് പകരും. ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൂടിയ പനി, ജലദോഷം, ശരീരവേദന, ഇതൊക്കെയാണ്. ഈ അസുഖം കൂടുതലായി ബാധിക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങളെ, പ്രായമായ വൃദ്ധരെ, അതുപോലെ ചില പ്രത്യേക അസുഖമുള്ളവരെ. അസുഖമുള്ളവർ എന്ന് വെച്ചാൽ ഹൃദ്രോഗികൾ, വൃക്കരോഗികൾ, അതുപോലെ ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർ, ഇവരൊക്കെയാണ് ഈ അസുഖം കൂടുതലായി ബാധിക്കുന്നത്. ഈ അസുഖത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലക്ഷണങ്ങളുള്ളവരെ നിങ്ങൾ ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിലോ ഒരു നല്ല ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കണം. ഇതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യണം. തൊണ്ടയിൽ നിന്നുള്ളൊരു സ്വാബ് ടെസ്റ്റാണ് ചെയ്യുന്നത്. വന്നു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേക ആൻറ്റിവൈറൽ മരുന്നുകളുണ്ട്. അത് 5 ദിവസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ചില കേസുകളിൽ ഇത് വെന്റിലേറ്റർ സപ്പോർട്ട് പോലും വേണ്ടി വരും. ചില കേസുകളിൽ നമുക്ക് വീട്ടിലെ ഹോം ട്രീറ്റ്മെൻറ്റ് തന്നെ മതിയാകും. പക്ഷേ ഇത് ഒരു ഡോക്ടറെ കാണിച്ച ശേഷമേ നിങ്ങൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാവുള്ളൂ. ഒരിക്കലും അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ മാസ്ക് ഉപയോഗിക്കണം. ഡോർ ഹാൻഡിലുകൾ ഇതെല്ലാം നന്നായി ക്ലീൻ ചെയ്യണം. ഫ്രീക്വൻ്റായിട്ട് ഹാൻഡ് വാഷിംഗ് എല്ലാം ചെയ്യണം. കഫ് ഹൈജീൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ചുമയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ വൈറസ് പുറത്തേക്ക് പോകുന്നത്. ഇതിന് ലാസ്റ്റായിട്ട് ഇത് പ്രതിരോധിക്കാനായിട്ട് വാക്സിൻസ് അവൈലബിൾ ആണ്. ഫ്ലൂ വാക്സിൻസ് എല്ലാ ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണ്. ഈ വാക്സിൻ വർഷത്തിൽ ഒരു തവണ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിന് മുമ്പാണ് ഇതെടുക്കേണ്ടത്. ഇതുപോലുള്ള ലക്ഷണങ്ങളുള്ളവരെല്ലാം മുട്ടം KMMC ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ട് അതിനുള്ള ചികിത്സ തുടങ്ങേണ്ടതാണ്. ഇതിനുള്ള എല്ലാ ചികിത്സകളും ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. നന്ദി, നമസ്കാരം.